पूरी चर्चा में बोलना ना। നമ്മുടെ ഓം ബിർലക്ക് കസേരയിൽ ഇരിക്കേണ്ടതല്ലേ, മൂപ്പർക്ക് രോഷം വന്നു. वेणुगोपाल जी आप जितना समय चाहोगे पूरी चर्चा में बोलने का बोलेंगे सर। ഒടുക്കം കേസി ഡിമാൻഡ് പറഞ്ഞു. हमारा डिमांड वेरी क्लियर है, सदन की कार्रवाई 2 बजे तक स्थगित की जाती है. വേറെ എന്ത് ചെയ്യാനാണ്, സഭ തന്നെ നിർത്തലാക്കി ഓം ബിർല തടി കഴിച്ചലാക്കി. എന്ത് ചർച്ചേന്റെ കാര്യമാണ് പറയുന്നത്? രാജിവെച്ചിട്ട് വർത്താനം പറയുന്നതായി മല്ലികാർജുൻ ഖാർഗെ. शिक्षा मंत्री पहले राजीनामा देना चाहिए. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. We were amazed with the grit, with his determination. നമസ്കാരം. സമീപകാല ഇന്ത്യയിലൊന്നും ഇതുപോലൊരു ചിത്രം നിങ്ങൾ കണ്ടിട്ടാവില്ല. പ്രതീകാത്മകമാണിത്. പാർലമെന്റിന് ചുറ്റും ഇന്ത്യൻ യുവതിയുടെ രോഷം അണപൊട്ടിയതിൻ്റെ പ്രതീകമാണ് ഈ ചിത്രം. പാർലമെന്റ് സമ്മേളനം രാജ്യസഭയിലും ലോക്സഭയിലും നടക്കുകയായിരുന്നു. അതേസമയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയെ വിറപ്പിച്ച, നരേന്ദ്രമോദി സർക്കാരിനെ വിറപ്പിച്ച യുവതിയുടെ പ്രതിഷേധം രൂപം കൊണ്ടത്. ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ് 93ഓളം കുട്ടികളുടെ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെട്ട സാഹചര്യം. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല സർക്കാർ ഏതുമട്ടിൽ കുളമാക്കി എന്നതിൻ്റെ തുടർച്ചയായി ഭാവിയുടെ ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടില്ലാതെ ഈ മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ച കേന്ദ്ര സർക്കാർ, അവിടെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി മുതൽ ഈ സഖ്യത്തിൻ്റെ സർക്കാരിൻ്റെ ഒക്കെ നീക്കങ്ങളാകെയും വിദ്യാഭ്യാസ മേഖലയിലെ കുത്തഴിഞ്ഞ നടപടികളാകിയത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവിടെയാണ് തല തല്ലിപ്പൊട്ടിച്ച് വിദ്യാർത്ഥികളുടെ സമരത്തെ അടിച്ചമർത്താൻ നോക്കിയ സർക്കാരിൻ്റെ നീക്കം നമ്മൾ കണ്ടത്. ഒടുവിൽ രാജ്യത്തിന് മുന്നിൽ ഈ സർക്കാരിൻ്റെ തനി നിറം എന്താണ് എന്ന് വെളിപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായിട്ട് രാജി എന്ന ആവശ്യത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിപുലമാക്കപ്പെട്ടു. സർക്കാരിൻ്റെ ജനാധിപത്യ ബോധം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ഫാസിസ്റ്റ് സർക്കാരിൻ്റെ പച്ചക്കുള്ള ഈ ഇടപെടൽ ചോദ്യം ചെയ്യപ്പെട്ടു. ആരാലും എപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടേക്കാവുന്ന ഈ സർക്കാർ ഒടുവിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ നഗ്നരായി നിൽക്കുന്ന കാഴ്ചയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് വരുന്നത്. പാർലമെൻറ്റിൽ മുഴങ്ങിയ ശബ്ദങ്ങൾ മുതൽ സോനം വാങ്ചുക്കിൻ്റെ ആശുപത്രിയിലെ സ്ഥിതി വരെ അടങ്ങിയ പ്രതികരണങ്ങളുടെ തുടർച്ചയാണ് ഈ വീഡിയോ. ഏറ്റവും പ്രധാനം ഇന്ന് കാണുന്ന ഈ കാഴ്ച തന്നെയാണ്. ഇതിലേക്ക് നയിച്ച ഏറ്റവും ഒടുവിലത്തെ ദിവസത്തെ വിദ്യാർത്ഥികളുടെ സമരത്തിന് നേരെ നടത്തിയ നീക്കങ്ങളിൽ ഇന്ന് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. പോലീസ്, പട്ടാളം, അതൊന്നും കൂടാതെ കൂലിപ്പട്ടാളവും രംഗത്ത് വന്നു. നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അത് വിശദീകരിച്ചതാണ്. വടിയെടുത്ത് കയ്യിൽ ചരട് കെട്ടിയ സംഘം തല്ലാൻ രംഗത്തിറങ്ങി. പോലീസോ പട്ടാളമോ ഔദ്യോഗിക സംവിധാനമോ ഒന്നുമല്ലാത്ത കൂലി സംഘം, ഗുണ്ട സംഘം എന്ന് ആക്ഷേപിക്കപ്പെട്ട വിഭാഗം രംഗത്തിറങ്ങി. അവർ കുട്ടികളെ തല്ലുന്ന കാഴ്ച കണ്ടു. ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഈ രോഷത്തിന് കാരണമായ ദൃശ്യങ്ങളിൽ ചിലത് പ്രദർശിപ്പിച്ചു. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. हम शांति से हेल्प करने आए थे, हम नारे भी नहीं लगा रहे थे. उन्होंने बोला तुम्हें बुलाया किसने, डंडे मारे उन्होंने हमें. बंदूक से फायर किया गया और इसके शरीर में जो आपको दिख रहे हैं ये बंदूक के छर्रे हैं. जब हम लोग की जान जाती है ना तब पता चलता है इंसानियत मर चुकी है. ये देखिए लड़ाई देखिए, ये देखिए किस तरीके से मार रहे हैं. ये लाठी चार्ज देख सकते हैं आप यहाँ पर. ഈ കാഴ്ചയിൽ നിന്നുണ്ടായ രോഷം കൂടിയാണ് ഈ യുവതിയുടെ പ്രതീകാത്മക പ്രതിഷേധത്തിലേക്ക്, പാർലമെന്റിനെ ഈ മട്ടിലേക്ക് എത്തിച്ച പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇതിനകത്ത് എന്താണ് നടന്നത്? ആദ്യം നമുക്ക് ലോക്സഭയിൽ നിന്ന് തുടങ്ങാം. ഓം ബിർല എത്തിയതോടെ പ്രതിപക്ഷം അവരുടെ ആവശ്യം ഉന്നയിച്ചു. പാർലമെന്റ് നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് യഥാർത്ഥ പ്രശ്നം, രാജ്യം നേരിടുന്ന പ്രശ്നം ചർച്ച ചെയ്യണം എന്ന് കറുത്ത കുപ്പായമിട്ട് വന്ന കേസി വേണുഗോപാൽ പ്രതിഷേധത്തോടെ ആവശ്യപ്പെട്ടു. The way in which the government of India brutally deal with the students who are agitating against Dharmendra Pradhan. Sir, one point. मेरा point है sir. आप तो बताइए, आप चर्चा चाहते हैं? Indian opposition, सरकार चर्चा को तैयार है. Sir, എന്ത് തയ്യാറ്? ചർച്ച ഇങ്ങനെ കൂടിയിരുന്നിട്ട് പതിവ് ആചാരപ്രകാരം നടത്താനല്ല. ധർമ്മേന്ദ്ര പ്രധാൻ ആദ്യം രാജിവെക്കുക, അതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ആവശ്യം തന്നെ പ്രതിപക്ഷം അവിടെ ഉയർത്തി. ആ ആവശ്യം കേട്ടപാടെ നമ്മുടെ ഓം ബിർലക്ക് കസേരയിൽ ഇരിക്കേണ്ടതല്ലേ, മൂപ്പർക്ക് രോഷം വന്നു. आप पूरी चर्चा में बोलना ना. वेणुगोपाल जी आप जितना समय चाहोगे पूरी चर्चा में बोलेंगे sir. പറയുന്നതിന് മുന്നേ ചെയർ തന്നെ ഇങ്ങനെ ഇടപെട്ടാൽ കേസി എങ്ങനെ പറയും? ഒടുക്കം കേസി ഡിമാൻഡ് പറഞ്ഞു. हमारा डिमांड वेरी क्लियर है,
Education minister should be resigned. Then one more. आप चर्चा में अपनी बात के ना- If you accept adjournment motion पर चर्चा करो सर. अध्यक्ष महोदय जी. Adjournment motion. രാജിവെക്കാനാ ആര് എപ്പം അതൊന്നും നടക്കുന്ന കാര്യമില്ല. KC അല്ല ഇനി ആര് പറഞ്ഞാലും, പ്രതിപക്ഷമല്ല ഇനി പാർട്ടി പറഞ്ഞാലും രാജിവെക്കുന്ന പരിപാടിയില്ല. കാരണം ചർച്ച വേണമെങ്കിൽ ചെയ്യാം. രാജി ആവശ്യപ്പെടുമ്പോൾ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ തൊട്ട് താഴത്തെ കാര്യം ചെയ്യാം. അതിനപ്പുറത്തേക്കൊന്നും പോകില്ല എന്ന് കിരൺ റിജിജു കണ്ണും പൂട്ടി പറഞ്ഞു. नीट पेपर लीक का चर्चा के लिए पूरी तरह से तैयार है और हमने पहले दिन से कहा है जब चर्चा होती है तो किसी नियम के तहत होना पड़ता है और इसका व्यवस्था बनाना पड़ता है. എന്ത് വ്യവസ്ഥ? ഇന്ത്യയിൽ മര്യാദക്ക് നടന്നുകൊണ്ടിരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിവിധ പരീക്ഷകളെ ഒരൊറ്റ ഏരിയയിലേക്ക് കൊണ്ടുപോയി ഇവിടുത്തെ ഫെഡറൽ വ്യവസ്ഥ തകർത്ത് കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് കൊണ്ടുപോയി പ്രത്യേക കമ്പനികൾക്ക് ചോദ്യപേപ്പർ ചോർത്തി കച്ചവടത്തിലൂടെ പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതാണോ ഇവിടുത്തെ വ്യവസ്ഥ? എന്നിട്ട് ചോദ്യം ചെയ്യപ്പെടുകയും അത് പിടിക്കപ്പെടുകയും ചെയ്തപ്പോൾ അത് പ്രചരിപ്പിച്ച ഗ്രൂപ്പുകൾ, ആപ്പുകൾ, ടെലഗ്രാം നിരോധിച്ചിട്ട് ഒരാഴ്ച അതിൽ നിന്ന് രക്ഷപ്പെട്ട സർക്കാരാണ്. വ്യവസ്ഥയുടെ കാര്യം പറഞ്ഞു അഖിലേഷ് യാദവ് കാര്യം വിശദമായി തന്നെ പിന്നാലെ പറഞ്ഞു. ये मुद्दा कांग्रेस समाजवादी पार्टी बीजेपी का नहीं है, ये मुद्दा युवाओं और छात्र नौजवानों का है. आपने इनको बुलवा दिया, समझौता कर लिया आपने क्या? എന്ത് ചർച്ചയുടെ കാര്യമാണ് മന്ത്രി പറയുന്നത്? പ്രധാനമന്ത്രി എവിടെ? രാജ്യം ഇങ്ങനെ നിന്ന് തിളയ്ക്കുമ്പോൾ നരേന്ദ്രമോദി എവിടെ? മുണ്ടാട്ടം മുട്ടിപ്പോയോ? इस्तीफा तो जब चाहेंगे तब मंत्री ले लेंगे, सदन के बाद ले लेंगे. लेकिन सवाल ये जो छात्रों के साथ व्यवहार हुआ है, उनके हाथ तोड़े, सर तोड़ा, उनके कपड़े फाड़े, क्या बेटियों के कपड़े फाड़ेंगे आप? हम और राहुल जी थे. अध्यक्ष महोदय हम मजबूरी में गए प्रधानमंत्री के आवास पर. अगर आप सुन लेते हैं यहाँ पर तो हम नहीं जाते. क्या प्रधानमंत्री स्टेटमेंट नहीं दे सकते हैं? युवाओं के लिए आप बाहर बोल सकते हैं, सदन में क्यों नहीं बोल सकते हैं आप? അങ്ങനെ പ്രധാനമന്ത്രി പ്രതികരിക്കണം എന്നും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഓം ബിർളക്ക് കസേര സംരക്ഷിക്കേണ്ട ഒരു പ്രയത്നം കൂടി അതിനകത്തുണ്ട്. മൂപ്പര് അപ്പം തന്നെ ഇടപെട്ടു. अब आपके आपस के विवाद को मैं सीट पे बैठ के नहीं मिटा सकता. सदन की कार्रवाई 2 बजे तक स्थगित की जाती है. വേറെ എന്ത് ചെയ്യാനാണ്? സഭ തന്നെ നിർത്തലാക്കി ഓം ബിർള തടി കഴിച്ചിലാക്കി. അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണപ്രസാദ് ടെനേറ്റിയെ പറഞ്ഞു വിട്ടു. എങ്ങനെയെങ്കിലും അവന്മാരൊന്ന് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ടെനേറ്റിയെ പറഞ്ഞു വിട്ടു. Again requesting you, please go back to your seats. ठीक है. माननीय सदस्यगण, माननीय सभासदों, ടെനേറ്റി എന്ത് ചെയ്യാൻ? രാജിയല്ലാതെ വേറെ ഒരു ഡിമാൻഡും അവിടെ പ്രതിപക്ഷത്തിനില്ല. जो सदस्य इसके विरोध में है वो ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ. प्रस्ताव स्वीकृत हुआ. सदस्यों की तदनुसार सत्र की शेष अवधि के लिए सभा के सेवा में निलंबित किया जाता है. वे तत्काल सभा के परिसर से बाहर चले जाएं. കൊടുക്കാൻ ടെനേറ്റിയും ആ ട്രിക്ക് തന്നെ പ്രയോഗിച്ചു. സഭ തന്നെ പിരിച്ചുവിടുക, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൂടാന്ന് പറഞ്ഞു. सभा की कार्यवाही कल गुरुवार दिनांक 23 जुलाई 2026 को प्रातः 11 बजे तक स्थगित की जाती है. അങ്ങനെ ലോക്സഭയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നേരെ നമ്മൾ അപ്പുറത്തേക്ക് പോവാണ്. ഇവിടെ രാജ്യസഭയിലേക്ക്. ജനം മൊത്തം വളഞ്ഞിരിക്കുന്ന പാർലമെന്റിനകത്താണ്. രാജ്യസഭയിലോ അവിടെയും തഥൈവ. പ്രതിപക്ഷം അവരുടെ ആവശ്യം ഉന്നയിച്ചു, ഡിമാൻഡ് വെച്ചു. अपोजिशन पार्टी ने कुछ मांग किया है, हम उसको रेस्पॉन्ड करना चाहते हैं तो उसको सुनना चाहिए. आपने कुछ डिमांड किया है फिर सुनेंगे नहीं. റിജിജു ലോക്സഭയിൽ പറഞ്ഞ റെഡിമെയ്ഡ് മറുപടി ഇവിടെയും പറഞ്ഞു. इसका मतलब आप चर्चा नहीं चाहते. मैं उपसभापति महोदय, मैं इस सदन में आपके माध्यम से सरकार का पक्ष रखना चाहता हूं कि पहले दिन से നമുക്ക് ചർച്ച ചെയ്യാം എന്ന ഒരു കാര്യം അങ്ങോട്ട് വെച്ചു കൊടുത്തു, ഒരു ഔദാര്യമായിട്ട് വെച്ചു കൊടുത്തു. ये मानसून सत्र का शुरू से सरकार ने कहा है कि महत्वपूर्ण मुद्दे जो भी है. റിജിജുജി പറഞ്ഞത് പോരാണ്ട് നമ്മുടെ JP നഡ്ഡ, രാജ്യസഭയിലെ കക്ഷി നേതാവുണ്ടല്ലോ, JP നഡ്ഡ, മൂപ്പര് 2 വർത്താനം പറഞ്ഞു. अभी हमारे पार्लियामेंट्री अफेयर्स मिनिस्टर किरण रिजिजू जी ने बहुत स्पष्ट शब्दों में कहा है कि सरकार हर मुद्दे पर चर्चा करने के लिए तैयार है. എന്ത് ചർച്ചേൻ്റെ കാര്യമാണ് പറയുന്നത്? രാജിവെച്ചിട്ട് വർത്താനം പറയുന്നതായി മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിലെ. और नीट एग्जामिनेशन के बारे में और रूल्स 267 के तहत यहाँ पर बहस करना चाहते हैं. उसके लिए अगर फेयर डिस्कशन होना है तो
शिक्षा मंत्री पहले राजीनामा देना चाहिए। धन्यवाद। जब वो राजीनामा नहीं लेंगे, निष्पक्षपात चर्चा यहाँ नहीं होगी। इसीलिए अगर निष्पक्षपात चर्चा होना तो मैं रिक्वेस्ट करता हूँ गवर्नमेंट को, वो रिजिग्नेशन दिलाए, चर्चा शुरू करेंगे। ഒടുക്കൻ നഡ്ഡയും റിജിജുവും ആകും പോലെ പ്രതിരോധിക്കാൻ ഒരു ദുർബല ശ്രമം നടത്തി. തിരുച്ചി ശിവ വിട്ടുകൊടുത്തില്ല. എണീറ്റ് 2 വർത്താനം പറഞ്ഞു. You said rarest of the rare occasion. What is going on is the rarest of the rare occasion. Already honorable chairman has please. The house is adjourned up to 3 p.m. ഇതെല്ലാം എങ്ങനെ കേട്ടിരിക്കാനാണ്? ചെയറിലിരിക്കുന്ന ഹരിവംശന് നമ്മൾ ഡെപ്യൂട്ടി ചെയർമാന് സ്വന്തം കസേര രക്ഷിക്കണ്ടേ? മൂപ്പരും തടി കഴിച്ചാലാക്കി സഭയെ അങ്ങ് പിരിച്ചുവിട്ടു. Honorable chairman has made it perfectly clear several times yesterday, also has repeated it today. The house stands adjourned to meet at 11 a.m. on Thursday, the 23rd July 2026. കണ്ടമാനം പറഞ്ഞപ്പോൾ ലോക്സഭയിൽ നിന്ന് ഓം ബിർള പിരിച്ചുവിട്ട് തടി കഴിച്ചലാക്കി. അത് കഴിഞ്ഞ് രാജ്യസഭയിൽ ഹരിവംശം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി, ഇപ്പം ഇത് വേണ്ടെന്ന് പറഞ്ഞതിന് അവിടെയും പിരിച്ചുവിട്ടിട്ട് തടി കഴിച്ചലാക്കി. പക്ഷേ തെരുവിൽ അതല്ലല്ലോ സ്ഥിതി. തെരുവ് ജനങ്ങളുടേതല്ലേ. അവിടെ യുവത ഒന്നാകെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോനം വാങ്ചുക്ക് അനിശ്ചിതകാല നിരാഹാരത്തിൻ്റെ തുടർച്ചയായി ആശുപത്രിയിലാണ്. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. സോനം വാങ്ചുക്കിനെ കണ്ട് തിരിച്ചെത്തി സമരപ്പന്തലിൽ വന്ന് യുവതയെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. We were amazed with the grit, with his determination, and he said that he is more concerned about the safety of the youngsters and students who are on agitation here. उन्होंने बोला है when the government representatives Mr. J.P. Nadda and another minister called on him, he had put across the demands. Nothing should be done to harm the children who are in Chandrabanga, who are fighting for a cause. And he said he will consider our request. Looking at the response of the government, he has apprehensions about the intentions of this government because he had suffered much in the past. രാജ്യസഭ കുറേ ദിവസത്തേക്ക് കൂടില്ല എന്ന് പറഞ്ഞുകൊണ്ടോ ലോക്സഭ കുറേ ദിവസത്തേക്ക് കൂടില്ല എന്ന് പറഞ്ഞുകൊണ്ടോ പ്രധാനമന്ത്രി മിണ്ടാതെ ഇരുന്നത് കൊണ്ടോ ധർമ്മേന്ദ്ര പ്രധാൻ ഒളിച്ചു നടന്നതുകൊണ്ടോ ഒന്നും കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ല. ജനങ്ങൾ ഉന്നയിക്കുന്നത്, യുവജനങ്ങൾ ഡൽഹിയിൽ ഉന്നയിക്കുന്നത് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം രോഷാഗ്നിയായിട്ടാണ് അവിടെ ഉയരുന്നത്. അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. നന്ദി, നമസ്കാരം.